അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കിമ്മറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഹാങ് ഓൺ ഫിൽറ്റർ പരിചയപ്പെടാം. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹാങ് ഓൺ ഫിൽറ്ററിൻ്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജെൻഡോക്സ്. ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് W508 എന്ന് പറയുന്ന മോഡലാണ്. പോരാത്ത ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്കൊരു 4 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്, മോട്ടോർ പവർ. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 350 ലിറ്റർ പെർ ഹവർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 50 to 70 ലിറ്ററിൽ ഉള്ള അക്വേറിയത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്കിമ്മർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സർഫേസിലുള്ള ആ ഒരു പായലും സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ പോരാത്തതിന് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അത്ര പെട്ടെന്ന് മങ്ങിപ്പോകുന്ന ടൈപ്പുള്ള ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, അത്യാവശ്യം ഡ്യൂറബിളാണ് സാധനം. പിന്നെ ബാക്കിയുള്ള ഹാങ് ഓൺ ഫിൽറ്ററിനെ പോലെ പെട്ടെന്ന് എന്താ പറയുക നല്ലൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചുകൂടെ സൈലൻ്റ് ആണ് ആൾ. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതൊരു നോർമൽ ഹാങ് ഓൺ ഫിൽറ്ററിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. പോരാത്തതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങളുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ മോട്ടറാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് പൈപ്പുകളും കാര്യങ്ങളുമാണ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. പിന്നെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ട സംഭവം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൽ ഷേപ്പാണ് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു എൽ ഷേപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നേരെ ഇത് മോട്ടറിൻ്റെ പാർട്ടിലേക്കാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള പോർഷൻ ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഇത് വരുന്നത്, നമ്മുടെ ഫ്ലോ കൺട്രോൾ വരുന്നത്. ഫ്ലോ കൺട്രോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റബിൾ ആവുക. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു സ്കിമ്മർ കൂടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിവിടെ അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തു. പിന്നെ ഇനി സ്കിമ്മർ സെറ്റ് ചെയ്യാനുള്ളൊരു എൽ ക്ലാമ്പ് വെക്കുന്നു. സ്കിമ്മർ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ടാണ് വെക്കേണ്ടത്. പിന്നെ അടിയിലുള്ളൊരു പോർഷൻ ഇങ്ങനെയാണ് ഫുള്ളായിട്ടാണ് ഇങ്ങനെ ഒരിത് വരുന്നത്. ഓക്കെ, ഇനി ഇത് നേരെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിൽ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നേരെ നമുക്ക് അക്വേറിയത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇതൊന്ന് നമ്മുടെ അക്വേറിയത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അക്വേറിയത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയാണ് സംഭവം. നമ്മളിത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു കാര്യം മറന്നുപോയത്, നമുക്കിതിൽ വെള്ളം ടോപ്പ് ചെയ്യണം. ആ കാര്യമാണ് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ടോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ മോട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സ്കിമ്മറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹാങ് ഓൺ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് esprar.shop എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.